അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം മുൻപോട്ട് പോയാലും ഒന്നും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എവിടെ വരുമ്പോൾ നമുക്ക് തിരിച്ചാൽ വരുമെന്നും എത്രയും തിരിച്ചാൽ വരുമെന്നും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇത്രയും മാത്രമായിട്ട് തിരിച്ചോണ്ടിരിക്കുന്നു. ഇതുണ്ടല്ലേ പറയുന്നത്, ചെറിയൊരു വലിയ വളവില്ലാത്ത ചെറിയ റോഡിൽ കൂടെ പോയി ഇങ്ങനെ തിരിച്ചോണ്ട് വലിയ റോഡ് കൂടെ പോയി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. നമുക്ക് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത്. എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് പഠിച്ചെടുക്കുക, എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും, ഒരു ബാലൻസ് തെറ്റാതെ എങ്ങനെ ഒരു റോഡിലൂടെ വാഹനം ഓടിക്കാം, എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അറിയാവുന്ന ആരും ഇത് കാണണമെന്നില്ല, കാരണം നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട. അറിയാത്തവർക്ക് വേണ്ടി, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അറിയാവുന്നവരാരും ഇത് വെറുതെ കിടന്ന് സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അറിയണം, സ്റ്റിയറിംഗ് ബാലൻസ് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ തുടങ്ങുക, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത്, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളുടെ കൈ കൊണ്ടും കാലും കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കാണിച്ച് നിങ്ങളെ കൊണ്ട് ഓടിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും വിളിച്ചു ചോദിക്കുക, എൻ്റെ ജില്ലയിൽ വരും, എൻ്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം, കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ പ്രായത്തിൽ പറ്റുമോ? ഒന്ന് രണ്ടോടെ പ്രാക്ടീസിന് പോയിട്ടും വീട്ടുകാരെ നമ്മളെ മടിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ടോ നീ പ്രാക്ടീസിന് പോയതല്ലേ, എന്നിട്ട് നിനക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണ് നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം സ്റ്റിയറിംഗിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതിനെ പറ്റി പറയാം. പലരും ഈ ഒരു രീതിയിലാണ്, ഇങ്ങനെയാണോ പിടിക്കേണ്ടത്, ഇങ്ങനെയാണോ പിടിക്കേണ്ടത്, ഇങ്ങനെയാണോ പിടിക്കേണ്ടത്, പലരും പല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റിയറിംഗിൽ രണ്ട് കൈയും പിടിച്ച് വാഹനം ഓടിക്കാനാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ പിടിക്കേണ്ടത് വെച്ചാൽ, ഈ രീതിയിലാണോ പിടിക്കേണ്ടത് രണ്ട് കൈ പിടിക്കുമ്പോൾ, അതായത് ഈ രീതിയിലാണോ പിടിക്കേണ്ടത്, ഈ രീതിയിലാണോ പിടിക്കേണ്ടത്, അങ്ങനെ ഒരു അടയാളമില്ല. കാരണം നമ്മൾ പലരും പറയുകയാണെങ്കിൽ ക്ലോക്കിന്റെ അടയാളത്തിൽ ഇങ്ങനെ 9:15 പിടിച്ചുകൊണ്ട് വേണം വാഹനം ഓടിക്കാനെന്ന്. നമ്മൾ അങ്ങനെ ഓടിക്കണമെന്നില്ല. നമുക്ക് രണ്ട് കൈയും, അതായത് രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വന്നാൽ ഇതിൽ ഏതൊരു അടയാളമായിരിക്കും. നമുക്ക് എന്തായാലും തട്ടി ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെയാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെയാണ് ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വന്നാൽ ഒന്ന് ഇതായിരിക്കും, അല്ല ഇതായിരിക്കും, അല്ല ഇങ്ങനെ ആയിരിക്കും. അപ്പൊ രണ്ട് കൈയും വെച്ച് വേണം നമ്മൾ സ്റ്റിയറിംഗ്. അല്ല പ്രത്യേകിച്ച് ഒരു അടയാളമില്ല, ഈ ഒരു രീതി തന്നെ പിടിക്കണമെന്നില്ല, രണ്ട് കൈ സ്റ്റിയറിംഗിൽ വേണമെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാനാണ്. അപ്പൊ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ടാകുന്നതുകൊണ്ട് നമ്മൾ ബലത്തിൽ പിടിച്ചാൽ നമുക്ക് തിരിയത്തില്ല. ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും ബലത്തിൽ പിടിച്ച് നിങ്ങൾ തിരിക്കരുത്. ആദ്യമേ നിങ്ങൾ സ്റ്റിയറിംഗിൽ നോക്കാതെ തന്നെ രണ്ട് കൈ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് തിരിക്കാൻ കഴിയുന്നുണ്ടോ, നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക. അപ്പൊ സ്റ്റിയറിംഗ് തിരിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട്, അവിടെ ആകുമ്പോൾ നമുക്ക് തട്ടാനില്ല, മുട്ടാനില്ല. ഇത് കണ്ടില്ല, ഇതേപോലെ നല്ല പ്ലെയിനായ സ്ഥലം, നിങ്ങൾ ഗ്രൗണ്ടുകളിലോ കാര്യങ്ങളിലൊക്കെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ പതിയെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകണം. നമുക്കപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു കിട്ടില്ല, നമുക്കൊന്ന് തട്ടാനോ മുട്ടാനോ ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ് ആദ്യം നമ്മൾ കൊണ്ടുവരിക. ഞാൻ തിരിക്കുമ്പോൾ തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തിരിയണന്റെ സാഹചര്യങ്ങളിൽ വരുമ്പോഴും ഈ ഭാഗത്ത് വരുമ്പോൾ തിരിച്ചാൽ മതിയെന്നും ഇത്ര തിരിച്ചാൽ മതിയെന്നും ഒക്കെ നമുക്കൊരു കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യമേ ഈ ഒരു വളവുള്ള റോഡുകളില്, ചെറിയ റോഡുകളിലൊക്കെ പോയി നിങ്ങളൊരു വാഹനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ആ സമയത്ത് നമ്മൾ തിരിക്കണമെന്ന് നമുക്കറിയാം, പക്ഷെ നിങ്ങളെ കൈ മുറുകിയിരിക്കുമായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിക്കാൻ കഴിയാതെ വരും. കാരണം പ്രത്യേകിച്ച് നമ്മൾ വരുന്ന ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ കഴിയാതെ വരുമ്പോൾ ആ സ്പീഡിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട്
സ്പേസ് കൂടിയാലും കുറഞ്ഞാലും ഈ കുറയുന്ന സ്ഥലത്തും അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് തിരിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് തിരിക്കാൻ കഴിയത്തുള്ളൂ. സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് വളവും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് തിരിക്കാൻ കിട്ടിയില്ല എന്ത് സംഭവിക്കും? ഇവിടെ പോയി തട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ പിന്നെ വീണ്ടും ഒരു കാര്യം കൂടെ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൈ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ, നമ്മൾ വിരലിന്റെ ഭാഗമല്ല, ഈ ഒരു കൈ വെള്ളക്കകത്ത് സ്റ്റിയറിങ്ങിന് നമ്മൾ വെക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളൊന്ന് തിരിച്ചു നോക്കുക. ഇത് കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ തിരിച്ചതിന് ശേഷം രണ്ട് കൈ കൊണ്ട് നിങ്ങൾ മാറിയും തിരിഞ്ഞ് നിങ്ങൾ തിരിച്ചു നോക്കണം. തിരിച്ചു നോക്കി അപ്പൊ നമ്മൾ ആദ്യമേ ഒക്കെ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് നിരങ്ങുമൊക്കെ ചെയ്യാൻ തിരിയത്തില്ല, നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നു, കൈക്ക് വേദന ഉണ്ടാകും എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തിപ്പോകരുത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഇങ്ങനെ ഇട്ട് തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാലൻസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ നമുക്ക് ഒറ്റ പ്രാവശ്യമോ 2 പ്രാവശ്യം 3 പ്രാവശ്യം നമ്മളൊന്ന് സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കൈ നിരങ്ങാതെ തിരിക്കാൻ കഴിയണമെന്നില്ല. ഒരു 5-6 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടി നമുക്ക് തിരിയാതെ ഇങ്ങനെ കറക്റ്റായിട്ട് കൈ നിരങ്ങാതെ ഇങ്ങനെ നമുക്ക് തിരിയാൻ കിട്ടത്തുള്ളൂ. അപ്പം 2 കൈ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റിയും തിരിച്ചോ. അപ്പൊ നമ്മൾ ഇടത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഇടത്ത് സൈഡിലോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു രീതി ഇങ്ങനെ തിരിക്കുക. അവിടെ നമ്മൾ തിരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് റൈറ്റിലോട്ടാണ് തിരിക്കാനുള്ളത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, റൈറ്റിലോട്ട് തിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കൈ കഴിക്കുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോ ഇടത്ത് കൈ കൊണ്ട് വെച്ചിട്ട് ലെഫ്റ്റ് കൈ വെച്ചിട്ട് നിങ്ങൾ ലെഫ്റ്റോട്ട് തിരിക്കണം, ലെഫ്റ്റോട്ട് നോക്കുക, തിരിക്കുക. കണ്ടില്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ തിരിച്ച് ഇങ്ങനെ ബാലൻസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ വണ്ടി ഒന്ന് എടുത്തു നോക്കണം. ഇത് കണ്ട? അപ്പൊ എടുത്തു നോക്കുമ്പോൾ എങ്ങോട്ടൊക്കെ തിരിയണം എന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായി വരും. കണ്ട? അപ്പൊ നമ്മൾ ഇങ്ങനെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടാണ് നമ്മളൊന്ന് തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ല. നമ്മൾ തിരിക്കുമ്പോൾ തന്നെ വണ്ടി വരുന്നുണ്ടോ, അതുപോലെ തന്നെ നമുക്കിപ്പം ഇവിടുന്ന് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുൻപോട്ട് പോയാലും ഒന്നും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എവിടെ വരുമ്പോൾ നമുക്ക് തിരിച്ചാൽ വരുമെന്നും എത്രയും തിരിച്ചാൽ വരുമെന്നും എന്നുള്ള ആ ഒരു ബോധ്യം വരും. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഇന്ന ഭാഗത്ത് വരുമ്പോൾ തിരിച്ചാൽ വരുമല്ലെന്നുള്ള ആ ഒരു ബോധ്യമൊക്കെ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 2 കൈ കൊണ്ട് പിടിച്ച് ചെയ്യേണ്ടതായത് കൊണ്ട് നിങ്ങൾ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ആയാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ഈ 2 കൈ പിടിച്ചാലും നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എന്നാലും നമ്മൾ കൈ സ്റ്റിയറിംഗിന് അയത്തുള്ളൂ, അയഞ്ഞു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇത്രയും മാത്രമായിട്ട് തിരിച്ചോണ്ടിരിക്കുന്നു. ഇത് കണ്ടില്ലേ? പലരും ചെറിയൊരു വലിയ വളവില്ലാത്ത ചെറിയ റോഡിൽ കൂടെ പോയി ഇങ്ങനെ തിരിച്ചോണ്ട് വലിയ റോഡ് കൂടെ ഒക്കെ പോയി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. നമുക്ക് ഇത് മതിയാ ഒരു റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്കൊരു വളവ് വരുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, എന്നിട്ട് അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കൈ വെച്ചോണ്ട് ഇത്രയൊക്കെ തിരിക്കത്തുള്ളൂ. അവരുടെ കൈ ബലം പിടിച്ചോണ്ടിരിക്കാണ്ട് തിരിയത്തില്ല, കൈ മാറി വരത്തില്ല, പ്രയാസമായിട്ട് തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നാനുള്ള കാരണം അതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ് വന്നാല് അത് നല്ലൊരു വളവാണെന്നും ഇങ്ങനെ തിരിച്ചാലേ പെട്ടെന്ന് വരുവുള്ളൂ എന്നും എല്ലാം നമുക്ക് തന്നെ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ചെയ്താലേ നമുക്ക് പേടി കൂടാതെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഈ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ രൂപത്തിലോ കാണിച്ചോ പറഞ്ഞ് തരുന്നതായിരിക്കും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.